തിരുവനന്തപുരം കഴക്കൂട്ടത്ത് നിന്ന് കാണാതായ അസം സ്വദേശിയായ 13-കാരിയെ നാട്ടിലെത്തിക്കാൻ പോലീസ് സംഘം വിശാഖപട്ടണത്തെ CWCയുടെ ഓഫീസിലെത്തി. കഴക്കൂട്ടം SHOയുടെ നേതൃത്വത്തിലുള്ള സംഘമാണ് എത്തിയത്. നാളെ രാവിലെ കുട്ടിയുമായി സംഘം തിരുവനന്തപുരത്തേക്ക് തിരിക്കും. പ്രജിത്ത് മോഹനൻ ചേരുന്നു. പ്രജിത്ത്, വിവരങ്ങൾ. രോഹിണി, തിരുവനന്തപുരം കഴക്കൂട്ടം സ്റ്റേഷനിൽ SI രഞ്ജിത്തിന്റെ നേതൃത്വത്തിലുള്ള 4-അംഗ സംഘം അല്പം മുമ്പാണ് വിശാഖപട്ടണത്ത് ആന്ധ്ര സർക്കാരിന്റെ കീഴിലുള്ള ചൈൽഡ് വെൽഫെയർ ആൻഡ് റിഫോം സർവീസസിന്റെ കീഴിലുള്ള ഈ പ്രൊബേഷൻ ഹോമിൽ എത്തിയിരിക്കുന്നത്. ഇവിടെയാണ് ഈ പെൺകുട്ടി ഉള്ളത്. ഈ പെൺകുട്ടിയെ സംഘം കാണും. അതിനോടൊപ്പം തന്നെ പെൺകുട്ടിയുടെ തിരുവനന്തപുരത്തെ CWCയിൽ നിന്നുള്ള ലെറ്റർ, ഈ പെൺകുട്ടിയെ കാണാതായതുമായി ബന്ധപ്പെട്ട തിരുവനന്തപുരത്ത് രജിസ്റ്റർ ചെയ്ത കേസിന്റെ വിശദാംശങ്ങൾ തുടങ്ങിയ കാര്യങ്ങൾ ഇവിടെ CWC അധികൃതർക്ക് കൈമാറും. അതിനുശേഷം ഇന്ന് തന്നെ പെൺകുട്ടിയെ റിലീസ് ചെയ്യുന്നുള്ള നടപടിക്രമങ്ങൾ പൂർത്തിയാക്കും. പക്ഷേ പെൺകുട്ടിയെ ഇന്ന് റിലീസ് ചെയ്യില്ല. നാളെ ട്രെയിൻ സമയത്തിലൊരു കൃത്യത വന്നതിന് ശേഷമായിരിക്കും പെൺകുട്ടിയെ ഈ സെന്ററിൽ നിന്ന് റിലീസ് ചെയ്യുക. അതായത് നാളെ വൈകിട്ടോടെ മാത്രമായിരിക്കും അത് സംഭവിക്കുക എന്നുള്ളതാണ് നമുക്കിപ്പോൾ മനസ്സിലാകുന്നത്. ട്രെയിനുകളുടെ ലഭ്യതക്കുറവുണ്ട്, അതുകൊണ്ട് തന്നെ വിമാനങ്ങളുടെ ലഭ്യതക്കുറവുണ്ട്, ടിക്കറ്റ് വളരെ ദുഷ്കരമാണ് കിട്ടാൻ. അപ്പോൾ ഈ സമയത്ത് പ്രയാസമുണ്ട്. അപ്പോൾ നാളെ വൈകുന്നേരത്തോടെ കുട്ടിയുമായി ഇവിടെ നിന്ന് മടങ്ങാൻ കഴിയുമെന്നുള്ളതാണ് പോലീസ് സംഘത്തിന്റെ പ്രതീക്ഷ. അല്പസമയത്തിനകം ഈ പെൺകുട്ടിയെ കണ്ടതിന് ശേഷം സംഘം പുറത്തു വരും. ആ സമയത്ത് നമ്മൾ മാധ്യമങ്ങളോട് സംഘം പ്രതികരിക്കുമെന്നും നമ്മൾ പ്രതീക്ഷിക്കുന്നുണ്ട്. രോഹിണി. ശരി, പ്രജിത്ത് മോഹനാണ് വിവരങ്ങൾ നൽകിയത്.